ഹല്ലേലൂയ. കൃപ നിറഞ്ഞ ഈ ദിവസത്തിൻ്റെ ഈ പുതിയ പുലരിയിൽ വിശുദ്ധിയോടെ ഈ തിരുവചനം നമുക്ക് ഹൃദയത്തിൽ ഏറ്റെടുക്കാം. എബ്രായർക്കെഴുതിയ ലേഖനം 12 അധ്യായം 2-3 തിരുവചനങ്ങളിൽ പറയുന്നു: നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അപമാനം വകവയ്ക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു. ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് അവൻ അവരോധിക്കപ്പെടുകയും ചെയ്തു. ആകയാൽ മനോധൈര്യം അസ്തമിച്ച് നിങ്ങൾ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി അവൻ തന്നെ എതിർത്ത പാപികളിൽ നിന്ന് എത്രമാത്രം സഹിച്ചെന്ന് ചിന്തിക്കുവിൻ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് നമ്മുടെ സുഖവും സന്തോഷവും നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുമ്പോൾ നഷ്ടപ്പെടുത്തിയവരോടുള്ള ദേഷ്യം, അസ്വസ്ഥത സ്വാഭാവികമായിട്ട് നമുക്ക് വരാൻ ഇടയുണ്ട്. ഒരുപക്ഷെ ആ സുഖം നഷ്ടപ്പെടുത്തിയത് ജീവിത പങ്കാളിയാകാം, മാതാപിതാക്കന്മാരാകാം, മക്കളാകാം, സഹോദരങ്ങളാകാം, അധികാരികളൊക്കെ ആകാം. നമ്മുടെ ആ ആനന്ദം, സുഖം നഷ്ടപ്പെടുത്തുമ്പോൾ നമുക്ക് മനസ്സ് തുറന്നവരെ സ്നേഹിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം. ഓർക്കണമേ പ്രിയരെ, ലോകത്തിൻ്റെ ആനന്ദം നഷ്ടപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ ആനന്ദം വെളിപ്പെടുത്തുവാനാണ്. ഹല്ലേലൂയ. മാനുഷിക സുരക്ഷിതത്വം നിഷേധിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ സുരക്ഷിതത്വത്തിൻ്റെ ആ സമാധാനത്തിലേക്ക് എന്നെയും നിങ്ങളെയും ദൈവം ഉയർത്താനാണ്. ഈ സത്യം തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ നഷ്ടപ്പെട്ടതോർത്തുള്ള ദുഃഖവും നഷ്ടപ്പെടുത്തിയവരോടുള്ള ആ ദേഷ്യവും നമ്മെ തകർത്തുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എത്രയോ വർഷങ്ങളായി ഞാനും നിങ്ങളുമൊക്കെ ഒരുപക്ഷെ പലതരം വേദനകളിലൂടെ, സഹനങ്ങളിലൂടെ കടന്നു പോകുന്നു. ഇനിയും നമുക്ക് ഒരു ഉത്കൃഷ്ടമായ ആനന്ദത്തിലേക്ക് ഈ സഹനം നമ്മളെ നയിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിച്ചേ. ദൈവിക വെളിപാടുകൾ സ്വീകരിക്കുവാൻ ഞാൻ അനുഭവിച്ച കഷ്ടതകൾ കാരണമായിട്ടുണ്ടോ? സങ്കീർത്തകൻ പറഞ്ഞില്ലേ, 119:71 ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവെന്ന്. ഹല്ലേലൂയ. നീണ്ട നാളത്തെ സഹനം വഴി ഞാൻ കൂടുതൽ ശുദ്ധീകരിക്കപ്പെടുകയും വലിയ ആന്തരികമായ ആനന്ദവും ശക്തിയും കൊണ്ട് നിറയപ്പെടുകയും ചെയ്യുന്നതിന് പകരം ഒരു സന്തോഷമില്ലാത്തവനായി, ഒരു ഉന്മേഷമില്ലാത്തവനായി എൻ്റെ വിശ്വാസ ജീവിതം ഇനിയും ക്രമപ്പെടുത്തപ്പെട്ടിട്ടില്ല എങ്കിൽ പ്രിയരെ, നമുക്ക് അത് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു, തിരുത്തേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, സഹനം അനേകരെ പുണ്യത്തിൽ വളർത്തിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ സഹനം എന്നെ തളർത്തുകയാണ്. എൻ്റെ ദുരിതങ്ങൾ എന്തുകൊണ്ട് എൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് ഉപകാരപ്പെടുന്നില്ല? അത് ഒരേ ഒരു കാര്യമാണ്. തിരിച്ചറിയണം ഒരേ ഒരു കാര്യം: എൻ്റെ ഉള്ളിൽ നിരാശയുണ്ടെങ്കിൽ, വെറുപ്പുണ്ടെങ്കിൽ ഞാനത് ഉപേക്ഷിച്ച് ക്രിസ്തുവിലേക്ക് നോക്കണം. ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നത്: അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. ഹല്ലേലൂയ. കണ്ണുകളടച്ച് ഹൃദയത്തിൽ ഈ സമയം നമ്മുടെ കരങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് പറയാം: ഈശോയേ, എൻ്റെ എല്ലാ ദുരിതങ്ങളും, എനിക്ക് സഹനങ്ങളും എല്ലാം ഉപകാരമായി മാറുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ആമേൻ.